ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ദൈവകൃപയാലും കരുണയാലും ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവ ഇഷ്ടത്തിന് സമ്പൂർണ്ണമായി അർപ്പണം ചെയ്യുകയും ചെയ്യുന്നു. ദൈവഹിതം നമ്മൾ നിർവഹിക്കപ്പെടുവാൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം. ഒരു സൃഷ്ടിയെക്കുറിച്ച് സൃഷ്ടാവിന് ഇഷ്ടമുണ്ട് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. മെനഞ്ഞവനോട് നീ എന്തിനിങ്ങനെ മെനഞ്ഞു എന്ന് ചോദിക്കുവാൻ ഒരു കളിമണ്ണിന് കുശവൻ്റെ മേൽ അധികാരമുണ്ടോ? തിരിച്ചാണ്, കളിമണ്ണിൻ്റെ മേൽ കുശവനാണ് അധികാരം. പിന്നെ പറയുന്നുണ്ട്, വെട്ടുന്നവനോട് കോടാലി പാമ്പ് പറയുമോ? അങ്ങനെ പ്രകൃതിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സർവസൃഷ്ടാവായ ദൈവം ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടിയായതിനാൽ നമ്മൾ ദൈവേഷ്ടത്തിനായി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക, ആ ദൈവേഷ്ടം തിരിച്ചറിയുവാൻ നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ച് ദൈവ ഇഷ്ടം. അപ്രകാരം നമുക്ക് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവ ഇഷ്ടം അനുദിനം അനുനിമിഷം ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ഒരു സങ്കീർത്തനം, സ്തോത്ര സങ്കീർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. താങ്ക്സ് ഗീവിങ് ഫോർ ഗോഡ്സ് ഗുഡ്നെസ്, ദൈവത്തിൻ്റെ നന്മകൾ ഉപകാരങ്ങളെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആരംഭത്തിൽ ചിന്തിച്ചതുപോലെ ഒരു മൃഗം അത് എത്ര നാളുകൾ കഴിഞ്ഞാലും അതിന് ചെയ്ത ഉപകാരങ്ങൾ മറക്കാതെ അതിന് ഓർത്ത് ഇരിക്കുന്നത് പല സന്ദർഭങ്ങളിലും പലതിലും കണ്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവ സദൃശ്യത്തിലും സ്വന്തം സദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായ നാം നന്ദികേട് കാണിക്കാതെ നന്ദിയുള്ളവരായി ദൈവത്തെ ഓർക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, നമുക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കാതെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായിത്തീരണം. കാരണം നമ്മൾ വായിച്ച് നിർത്തിയ സങ്കീർത്തനം അതാണ് പറയുന്നത്. 103:14 അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. പൊടിയിൽ നിന്ന് മനുഷ്യനുണ്ടാക്കി, പൊടിയിൽ നിന്ന് മനുഷ്യൻ പൊടിയിലേക്ക് തിരികെ ചേരുമെന്നൊക്കെ നമ്മൾ ഡസ്റ്റ് എന്ന് പറയും. അത് ദൈവം നമ്മുടെ പ്രകൃതി അറിയുന്നു. ഹി നോസ് അവർ നേച്ചർ എന്ന്, നമ്മുടെ പ്രകൃതി നമ്മൾ എന്താണെന്ന് ദൈവത്തിന് അറിയാം. അതാണ് നമുക്കുള്ള അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ദൈവസന്നിധി ചെല്ലുക. നമ്മൾ അറിയാത്തവനല്ല, നമ്മളെ മുഴുവനായി അറിയുന്ന ദൈവം. നാം നമ്മെ അറിയുന്നതിനേക്കാൾ, മറ്റുള്ളവർ നമ്മളെ അറിയുന്നതിനേക്കാൾ നമ്മെ അറിയുന്ന നല്ല ദൈവം. നമ്മുടെ കുറവുകൾ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ തന്ന നമ്മുടെ കർത്താവ്, അതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. നാം നല്ലവരായിട്ടല്ല, നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി ക്രൂശിൽ തന്നു. അതുകൊണ്ട് ദൈവത്തിന് അറിയാം നമ്മൾ എന്താണെന്ന്. നാം പൊടിയെന്നവൻ ഓർക്കുന്നു. തുടർന്ന് വായിക്കുകയാണ് മനുഷ്യൻ്റെ ആയുസ് 15 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു ചില ഉപമകൾ. അത് പിന്നെയും പറയുകയാണ്, മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു, കാറ്റതിന്മേലടിക്കുമ്പോൾ ഇതില്ലാതെ പോകുന്നു, അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. ഇവിടെ മനുഷ്യൻ്റെ ആയുസിനെ കുറിച്ച് പറയുന്നത് ലൈക്ക് ഗ്രാസ് വിതർ, അത് പുല്ല് പോലെയാണെന്ന് പറയുന്നത്. അത് വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു, കാറ്റതിന്മേലടിക്കുമ്പോൾ ഇതില്ലാതെ പോകുന്നു. അത്ര ക്ഷണികമായ ജീവിതത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. യോബിൻ്റെ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. 14-ാമത്തെ അധ്യായം, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണമാകുന്നു, അവൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. അവിടെ 2 രൂപങ്ങൾ പറയും, പൂ പോലെ പിന്നെ നിഴൽ പോലെ. ഒത്തിരി രൂപങ്ങൾ ഈ മനുഷ്യൻ്റെ ആയുസിനെ കുറിച്ച് പറയും. 4 വിരൽ നീളമാണെന്ന് പറയും, അത് ഓട്ടാളിനെ പോലെയാണെന്ന് പറയും. അങ്ങനെ പല ഉപമകൾ അതിനെക്കുറിച്ച് ക്ഷണികത മനുഷ്യൻ്റെ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുവാൻ തിരുവചനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. യശപ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകൻ്റെ വരവ്, കർത്താവായ യേശുക്രിസ്തുവിന് മുന്നോടിയായിട്ട് വഴിയൊരുക്കുവാൻ വരുന്ന ആ സംഭവം 40-ാമത്തെ അധ്യായത്തിലാണ് വിവരിച്ചിരിക്കുന്നത്. യെശയ്യാവ് 40:3 കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശം നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പെരുവഴി നിരപ്പാക്കുവിൻ, എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞ ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം, യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും, യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. കേട്ടോ, വിളിച്ചു പറയുക എന്ന് ഒരുത്തൻ പറയുന്നു,
എന്ത് വിളിച്ചു പറയേണ്ടു എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറയുക, ഈ പ്രവാചകന് നിയോഗം കിട്ടുക, എന്താ പറയേണ്ടത്? സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെ വിരിക്കുന്നു. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. അതേ, ജനം പുല്ല് തന്നെ. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. സുവാർത്താദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്താദൂതിയെ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. പ്രവാചകൻ കൂടെ അരുളി ചെയ്യുക, ജനം പുല്ല് തന്നെ എന്ന് ഓർമ്മപ്പെടുത്തുക. സകല ജഡവും ഒരുപോലെ, എല്ലാം പുല്ല് പോലെയാന്ന് പറയാം. നേരത്തെയൊക്കെ മുദ്രാവാക്യത്തിലൊക്കെ സ്ഥിരം കേട്ടുകൊണ്ട്, ഇപ്പം എങ്ങനെയാണെന്നറിയില്ല, പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെയൊക്കെ അങ്ങനെയാണ് ഒളിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ വന്ന് പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്. പക്ഷേ ഇവിടെ ദൈവജനം പറയും, എല്ലാ ജനം പുല്ല് തന്നെ. എല്ലാവരും ഈ പറയുന്ന ഇവർ പുല്ലല്ല എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ചിലരൊക്കെ പറയുന്നത് പുല്ല്, ചിലരുടെ ഭാഷകൾക്ക് കൂടെ മറ്റുള്ളവർ പുല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ ചിന്തിക്കുന്നുണ്ട്, പൊടാ പുല്ല് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ഇതുണ്ട്, അത് ഒരു പുല്ലും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്ന ഇതുണ്ട്. അപ്പോൾ തിരിച്ചത് തങ്ങളും അത് തന്നെ, ജനം പുല്ല് തന്നെ എന്ന് ചിന്തിക്കത്തക്കവണ്ണം ഒരു ചിന്തയിലേക്ക് വന്നാലും അവർ മറ്റുള്ളവരങ്ങനെ കാണുന്നു, പക്ഷേ സ്വന്തം അവസ്ഥ തിരിച്ചറിയുന്നില്ലെന്നാണ്. പക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ സ്നേഹം പറയുകയാണ്. പക്ഷെ ദൈവം എന്താണ്? യെശയ്യാപ്രവാചകൻ 40:10 തന്നെ പറയാണ്, യഹോവ കർത്താവ് ബലശാലിയായി വരുന്നു, അവൻ്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട്. ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറുവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. ദൈവത്തിൻ്റെ ആ ഇടയത്വം, ശ്രേഷ്ഠ ഇടയത്വം കാണിക്കുകയാണ്. കുഞ്ഞുങ്ങളെ പതിയെ നടത്തുന്നു, കുഞ്ഞുങ്ങളെ മാറോട് ചേർക്കും, മാറെടുത്ത് വഹിക്കുന്നു, തള്ളകളെ പതിയെ നടത്തുന്നു. ഓരോന്നിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ദൈവത്തിന് അറിയാം. യാക്കോബ് പറയുന്നുണ്ട്, മടങ്ങി വരുമ്പോൾ യെശയ്യാവിനെ കണ്ടോട്ട് ഭയന്നിട്ട് പറയുന്നുണ്ട്, അവിടെ യെശയ്യാവിനോട് പറയുന്നുണ്ട്, ഈ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് ഈ ആടുമാടുകളിലൊക്കെ. അപ്പം അതിന് പെട്ടെന്ന് ഓടിച്ചുകൊണ്ട് അത് തളർന്നു പോകുന്നത്. പക്ഷേ അതിനെ പതിയെ നടത്തിക്കൊണ്ട് വരണം, അതിന് യജമാനു മുമ്പേ പോയാലും എന്ന് അവിടെ പറയുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ കരുതൽ ഇങ്ങനെയാണ്, മൃഗത്തെക്കുറിച്ച് ഇങ്ങനെയാണെങ്കിൽ സ്വന്തം സൃഷ്ടിയായ മനുഷ്യനെക്കുറിച്ച് ദൈവത്തിൻ്റെ കരുതൽ എത്രമാത്രമാണ്? ദൈവം കരുതുന്ന ദൈവമാണ്. ഇതിനെ പത്രോസിൻ്റെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ ജഡം, മനുഷ്യൻ പുല്ല് തന്നെയെന്ന്. അത് ഈ ഭാഗം എടുത്ത് വിവരിക്കുന്നതാണ്. ഏതായാലും ഇവിടെ നമ്മൾ കാണുകയാണ്, മനുഷ്യൻ്റെ ആയുസ് പുല്ല് വിലയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു, കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു. ഇങ്ങനെ ഒരു സംഭവം ഇയ്യോബിൻ്റെ ജീവിതത്തിലുണ്ട്. ഇയ്യോബിൻ്റെ മക്കൾ 10 മക്കളും അവർ ഒരു വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാറ്റ് വന്ന് വീട്ടിന് മേൽ പതിച്ചു എന്നാണ് പറയുന്നത്. അത് ശത്രുവിന് ദൈവം അനുവാദം കൊടുത്തതാണ്. എന്തായാലും അതിൻ്റെ വലിയ വീഴ്ചയായിരുന്നു, എല്ലാവരും അപായപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കാറ്റടിക്കുമ്പോൾ ഇതില്ലാതെയായി പോകുമെന്ന് പറയുന്നു. അതിൻ്റെ സ്ഥലം പിന്നെ അതിനറിയാമല്ലോ, യഹോവയുടെ ദയോ. പക്ഷെ അവിടെ എന്നേക്കും നിൽക്കുന്ന, പക്ഷേ യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർ. ഇറ്റേണൽ ടു ഇറ്റേണൽ എന്നാണ്, നിത്യത മുതൽ നിത്യത വരെയാണ് അവിടെ ആ വാക്ക് പറഞ്ഞിരിക്കുന്നത്. എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. ഇതിൻ്റെ പുസ്തകത്തിൽ, ആവർത്തന പുസ്തകത്തിലൊക്കെ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ പ്രോമിസ് ഉണ്ട്, 1000 തലമുറ വരെയും ഞാൻ ദയ കാണിക്കുമെന്നാണ് ദൈവം പറയുന്നത്. 7 തലമുറ വരെ ശാപമെങ്കിൽ 3-ാമത്തെ 4-ാമത്തെ തലമുറ വരെ ചോദിക്കുമെങ്കിൽ ദൈവത്തിന് അനുഗ്രഹമെന്ന് പറയുന്നത് 1000 സംവത്സരം വരെയാണ്. അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹിക്കാനുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയും. ഇനി 19-ാമത്തെ വാക്യം, യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗ്ഗത്ത് സ്ഥാപിച്ചിരിക്കുന്നു, അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരെ, അവൻ്റെ ദൂതന്മാരാളുവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായ അവൻ്റെ സകല സൈന്യവുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവൻ്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവീൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഇവിടെ നമ്മളെങ്ങനെ ആയിരിക്കണം? അപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസന, അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അപ്പോൾ ഒരു രാജാവിൻ്റെ മുമ്പിൽ ആജ്ഞ അനുസരിക്കുന്ന ഒരു ദൂതനെ പോലെ നമ്മളാകണമെന്ന് അവിടെ പറയുന്നത്. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ അവൻ്റെ ദൂതന്മാരുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. നമ്മൾ മൈറ്റി വെപ്പൻസ് ആയിരിക്കണം, ദൈവത്തിൻ്റെ ദൂതന്മാരെ പോലെ വീരന്മാരായി, വീരന്മാരായി നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്ന് അവിടെ പറയുന്നത്. അവൻ്റെ ആജ്ഞ കേട്ട് അനുസരിക്കുന്ന വീരന്മാർ. പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, രാവണക്ക് കുത്തിക്കളയാൻ പുഴുവിനോട് ഏൽപ്പിച്ച പുഴു ചെന്നത് ചെയ്യുകയാണ്. ഒരു പുഴുവ് ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുക, പ്രകൃതിയെല്ലാം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്.
എല്ലാം. തിമിംഗലത്തിനോട് പറഞ്ഞു, കടലാനയോട് പറഞ്ഞു യോനായി പോയി വിഴുങ്ങാൻ. അതിന് കരയ്ക്ക് ശ്രദ്ധിക്കാൻ പറഞ്ഞു, അതനുസരിക്കുകയാണ്. കാക്ക എടുത്ത് പറഞ്ഞു ഏലിയാവിന് കൊണ്ട് അപ്പം കൊടുക്കുവാൻ. ആ ഏലി കറക്റ്റായിട്ട് അത് കൊണ്ടുപോയി അപ്പം കൊടുക്കുകയാണ്. കാലത്തെയും വൈകിട്ടും കൊടുക്കുന്നു. എല്ലാം അനുസരിക്കുന്നു, പ്രകൃതിയെല്ലാം അനുസരിക്കുന്നു. കാറ്റിനെ അവൻ തൻ്റെ ദൂതന്മാരാക്കിയിരിക്കുന്നു പറഞ്ഞു. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനത്തിൽ ഒരു വാക്യം തന്നെ കോട്ട് ചെയ്തിരിക്കുന്ന എബ്രായർ 1:7 വരുമ്പോൾ അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന ദൂതന്മാരെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഇവിടെ പറയാണ് കാറ്റിനെ തൻ്റെ അഗ്നിജാലത്തിൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്നാണ്. നമ്മളെന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരെ മാറണം. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി. അതാണ് 21 അവന് ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി. അതൊക്കെ കന്നി പറയാൻ പറയുന്നുണ്ട്. ആ കാനാവിൽ കല്യാണത് അതാരും ചെയ്യാറില്ല. അവനെന്തെങ്കിലും നിങ്ങളോട് പറയാതെ ചെയ്യാൻ അവൻ പറഞ്ഞൊന്നും അറിയത്തൂല. അവനെ അറിയത്തില്ലാത്ത പോലെ ഇന്നത്തെ സമൂഹം പോകുന്നത്. മധ്യസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് യേശു എന്നെ പറഞ്ഞിരിക്കുന്നത് അറിയത്തില്ല, മാതാവൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് യേശുവിൻ്റെ അടുക്ക വന്ന് യേശു പലതും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ഓർത്തുകൊണ്ടായിരിക്കും. ശത്രുവിൻ്റെ വലിയ തന്ത്രമാണ് യേശു ഒന്ന് അകറ്റിക്കളയുന്ന മനുഷ്യനെ പല പല കാര്യങ്ങൾ കാണിച്ച്, പല ആരാധനാമൂർത്തികളെയും കാണിച്ചുകൊണ്ട് വഴിതെറ്റിക്കുന്ന ഒരു ഉപദേശക സമൂഹത്തെ നമ്മൾ കാണുക. അങ്ങനെ സമൂഹമായി പോയിരിക്കുകയാണ്. അതിവിടെ പറയുകയാണ്, അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈന്യങ്ങളും ആളുവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവൻ്റെ സകല പ്രവൃത്തികളും യഹോവയെ വാഴ്ത്തുവീൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അപ്പോൾ ഇത് നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ, ഇതിൻ്റെ കൺക്ലൂഷൻ ഇതാണ്. എന്താണ്? ദൈവ ഇഷ്ടത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുക. അപ്പോൾ ദൈവം നമ്മളെ സംരക്ഷിക്കും. ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ നമ്മളായിത്തീരും. ദുഷ്ടനെ നമ്മളെ തൊടാൻ പറ്റുകയില്ല. നമ്മൾ ദൈവത്തോട് ചേരുന്നില്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ, എന്താ പറയുന്നത്, കയ്യാലപ്പുറത്ത് തേങ്ങ എന്ന് പറയും. അതൊരു ഫ്രൈസാണ് പറയുന്നത്. പറഞ്ഞാൽ നമ്മൾ ദൈവത്തെങ്കിലും എന്താണെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെതാണ് സമ്പൂർണ്ണമായി സമ്പൂർണ്ണമായി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടണം, വിട്ടുകൊടുക്കണം. ദൈവ ഇഷ്ടം പോലെ ദൈവം ചെയ്യട്ടെ. കർത്താവ് എനിക്കറിയില്ല, പക്ഷെ നിൻ്റെ ഇഷ്ടം എന്നെ പൂർത്തീകരിക്കണമേ എന്ന് നമ്മൾ അനുവദിക്കുമ്പോൾ ദൈവം തൻ്റെ ഇഷ്ടം നമ്മളെ പൂർത്തീകരിക്കപ്പെടും. അതാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിന് നമ്മൾക്ക് അങ്ങനെ വരുമ്പോൾ ആ ജീവിതത്തിന് ഓർക്കാൻ പലതും കാണും. ചുമ്മാ വന്നു, കുറച്ച് നാൾ ജീവിച്ചു, ഇങ്ങനെ പോയി, മൺമരാത്രയോ ജീവിതങ്ങൾ എങ്ങനെ പോകുന്നു. എന്താണ് ആ ജീവിതത്തിൽ ലക്ഷ്യം പോലും അറിയാതെ പോകുന്നു. ദൈവത്തെങ്കിലാകുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം അത് ധന്യമാണ്. അവൻ സൃഷ്ടാവാണ്, ഞാൻ സൃഷ്ടിയാണ്. നാം പൊടിയെന്ന് ഓർക്കുന്ന നമ്മുടെ നല്ല രാജാവ്, ശക്തനായവൻ, ബലശാലിയായവൻ, അവൻ്റെ വീര്യമുള്ള ഭുജം നമ്മളെ വഴി നടത്താൻ ശക്തനാണ്. മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയും. ശത്രുക്കളുടെ ഭാഗം മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയും. എല്ലാം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് എല്ലാം സാധ്യം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവങ്ങളിൽ നമ്മുടെ അസാധ്യങ്ങളും നമ്മുടെ ഫീബിൾനെസ്, നമ്മുടെ ബലഹീനതകളും എല്ലാം അർപ്പണം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ബലം നമ്മൾ വ്യാപരിക്കും. കർത്താവേ എനിക്ക് കഴിയില്ല, പക്ഷെ നിനക്ക് സകലതും കഴിയും. അങ്ങനെ പറയണം. ചിലരെല്ലാം എന്നാ പറയും, ദൈവവിശ്വാസമില്ലാത്തവർ എനിക്ക് കഴിയില്ല എന്ന് പറയും. ദൈവവിശ്വാസമുള്ളവരോ എനിക്ക് കഴിയില്ല, പക്ഷേ ദൈവത്തിന് സകലവും കഴിയുമെന്ന് പറയും. നിന്നാൽ സകലതും കഴിയും, നിനക്ക് സകലതും സാധ്യമാണ്. അത് ചേർത്ത് പറയും. അവിടെയാണ് ദൈവത്തിൻ്റെ ബലം നമ്മളിൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അപ്രകാരം പറയാം, ദൈവത്തിൻ്റെ ബലം നമ്മുടെ ബലഹീനതയിൽ വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ നിറയട്ടെ. നമുക്കതെല്ലാം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെന്നും അനുഭവങ്ങൾ ദൈവം തരും. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ ദൈവം നമുക്ക് കൃപ തരും. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങൾ വാഴ്ത്തപ്പെട്ട് ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇതുവരെ ഞങ്ങളെ കാത്തുവന്ന് അവിടുത്തെ സ്നേഹത്തിനായ സ്തുതി. ഒരു സൃഷ്ടി എന്ന നിലയിൽ ഇപ്പോൾ ഏത് മനുഷ്യൻ കുറിച്ചെന്ന ഒരു ശ്വാസം അത്ര ഞങ്ങൾ തിരുവഴുത്തിൽ വായിക്കുന്നു. പുല്ലുപോലെയാണ് ഞങ്ങളെന്ന് കേട്ടു. അപ്പോൾ ഈ നശ്വരമായ ക്ഷണികമായ ആയുസ് നിൻ്റെ തൃക്കരങ്ങളായിരിക്കുമ്പോൾ അത് ഇറ്റേണിറ്റി ടു എറ്റേണിറ്റി, നിത്യത മുതൽ നിത്യത വരെയും നിൻ്റെ ദയ ഞങ്ങളെ പരിപാലിക്കുമെന്നുള്ള ആദ്യ യഥാർത്ഥ സത്യം ഞങ്ങൾ കേട്ടു. നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ ഹിതം പോലെ ഞങ്ങളാക്കണമേ. തിരുവിഷ്ടത്തിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നിൻ്റെ ആജ്ഞക്കാട്ടനുസരിക്കുന്ന വീരന്മാരായ ഞങ്ങളെ അവിടെ നിന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ സഹായിക്കണം. എല്ലാ നന്മകൾക്കായ സ്തുതി തിരുനാമപ്പെടുത്തണമേ. ആമേൻ. എനിക്കായി നീയേറ്റൊരു പീഡകളെന്നുമെൻ അന്തരംഗത്തെ ദിനം മൃദുവായി നിലനിർത്തുവാൻ കാൽവരി മലയിലെന്നാഥന്റെ വേദന ഇന്നുമെന്നകതാരിൽ നീറിയിടുന്നു. പാപശാന്തിക്കായി
കാൽവരി ക്രൂശിൽ മൂന്നാണിമേലവൻ തൂങ്ങിയിടുന്നു രക്ഷക